ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഇവിടെ വരുമ്പോൾ സന്തോഷം മാത്രമല്ല, ചെറിയൊരു സങ്കടവും കൂടിയുണ്ട്. അത് വഴിയേ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് വെങ്ങാനൂരിലെ ന്യൂ പാരലൽ കോളേജ്. എൻ്റെ +1 +2 സമയത്തെ ട്യൂഷൻ സെൻ്റർ ആയിരുന്നു. 2008 ഞാൻ ഈ +2 കഴിഞ്ഞ് ഇറങ്ങിയത്. 2008 വഴിപിരിഞ്ഞു പോയ ഞങ്ങൾ ഇന്ന് ഈ കുടക്കീഴിൽ വീണ്ടും ഒത്തുചേരുകയാണ്. ഈ കുടക്കീഴിൽ നിന്നും അകന്നു പോയവരെ വീണ്ടും അതേ കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിച്ച നമ്മുടെ സുഹൃത്തുക്കൾ അതിലും വിജയിച്ചു. അവരുടെ ആ കഷ്ടപ്പാടാണ് കാഞ്ചനം 25 എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 7 മണിക്കായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ന്യൂ പാരലൽ കോളേജിൻ്റെ എല്ലാമായിരുന്ന ex-MLA ആയിരുന്ന ശ്രീ വെങ്ങാനൂർ ഭാസ്കരൻ സാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കുകയായിരുന്നു. എനിക്ക് ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ല. അതിൻ്റെ നല്ല സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി നമ്മുടെ പ്രിയ അധ്യാപകർ എല്ലാവരും ചേർന്ന് കാഞ്ചനം 25 എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തിരികൊളുത്തുകയായി. ശരിക്കും എൻ്റെ ലൈഫിൽ ഇതൊരു സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയായിരുന്നു. എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി കാണുക, എല്ലാ അധ്യാപകരെ ഒരിക്കൽ കൂടി കാണുക. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇവരെയൊക്കെ വീണ്ടും കാണുമെന്ന്. അങ്ങനെ അധ്യാപകർ കേക്ക് മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി തന്നെ ഗുരുവന്ദനമായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ പൊന്നാട അണിയിച്ച് ആദരിക്കുക. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. എനിക്കും അതിൻ്റെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞു. അതിൽ ഞാൻ വലിയ സന്തോഷവതിയാണ്. ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. പിന്നെ അവിടെ പഠിച്ചിറങ്ങി ഒട്ടുമിക്കവരും കലാകാരികളുമാണ്. അങ്ങനെ അവരെ ആദരിക്കുന്ന ഒരു വേദി കൂടിയായി കാഞ്ചനം 25 എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അതുപോലെ തന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ ഹിമ മണികണ്ഠൻ്റെ ആദ്യ കഥാസമാഹാരത്തിൻ്റെ ഒരു കവർ പ്രകാശനം കൂടി അവിടെ നടന്നു. പിന്നെ നേരെ ഭക്ഷണം കഴിക്കലായി. നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഒത്തൊരുമിച്ചിരുന്ന് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും നല്ലവണ്ണം ആസ്വദിച്ച് നല്ല ഒരു സദ്യ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ പരിപാടിയായിരുന്നു. നമ്മളുടെ മക്കളുടെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. എൻ്റെ ആ വീഡിയോ മിസ്സായിപ്പോയി. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈഗ മോളുടെ ഒരു കീബോർഡ് വായന. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിലെന്താ ഇത്ര അതിശയം വിചാരിക്കുന്നുണ്ടായിരിക്കും. അതിൽ അതിശയമാണ്. കാരണം മോൾക്ക് ജന്മന കണ്ണിന് കാഴ്ചശക്തിയില്ല. മോള് കീബോർഡ് പഠിച്ചിട്ടുമില്ല. എന്നിട്ട് മോൾ അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ആ ഒരു കീബോർഡ് വായിക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെയുള്ളത് നമ്മുടെ മക്കളുടെ പരിപാടി തന്നെയാണ്. മക്കളുടെ ഡാൻസ്, പാട്ട്, പിന്നെ ഇവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഡാൻസ് എല്ലാം ഒരു ഒന്നും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. ചില നിമിഷങ്ങൾ നമുക്ക് തോന്നാറില്ലേ, നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങൾ നമുക്ക് തിരികെ കിട്ടിയെങ്കിലെന്ന്, നമ്മൾ വീണ്ടും ആ കൊച്ചു കുട്ടികളായെങ്കിലെന്ന്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ആ പഴയ പോലെ കൂട്ടുകാരികളുമൊത്ത് ഒക്കെയുള്ള ആ ഒരു ദിവസത്തിലേക്ക് പോയെങ്കിലെന്ന്. ശരിക്കും അങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചില്ലായിട്ട് ഒന്നും പറയില്ല. അത്രയ്ക്ക് മനസ്സ് അത്രയ്ക്ക് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഈ കാഞ്ചനം 25. ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ ഒരു നിമിഷം കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. മിസ് ചെയ്താൽ ആ ജീവിതകാലം മൊത്തം അതൊരു നഷ്ടമായി നമുക്ക് തോന്നും. അപ്പോൾ ഞാൻ വീണ്ടും ഈ കുടക്കീഴിൽ നിന്നും ഇറങ്ങുകയാണ്. ഇനിയുള്ള വർഷമെങ്കിലും നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു ഒത്തുചേരൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്